തങ്ങൾ അവിടെ ഒരു വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. സാദുൽ മആദിൽ തന്നെ ഹാഫിദ് ഇബ്നു ഖയ്യിം തങ്ങൾ ഒരു സംഭവം ഉദ്ധരിക്കുക. ഒരു കിനാവാണ്. ആരുടെ കിനാവ്? അബുൽ ഖാസിം ഖുശൈരി തങ്ങളുടെ കിനാവ്. അബുൽ ഖാസിം ഖുശൈരി തങ്ങളുടെ കിനാവാണ്. എന്താ വിശേഷം? സുബ്ഹാനല്ലാഹ്. അബുൽ ഖാസിം ഖുശൈരി തങ്ങളുടെ മോൻ വല്ലാതെ രോഗിയായി, ദീനം വന്നു, സങ്കടത്തിന്റെ മേൽ സങ്കടം. എന്നിട്ട് കിതാബിൽ കാണാം, ഖദ് യഇസ്തു മിൻഹു. സുബ്ഹാനല്ലാഹ്, ഞാൻ തന്നെ നിരാശനായി പോയി, എന്റെ മകന്റെ രോഗം അത് മാറില്ലേ അല്ലാഹുവേ, വല്ലാത്ത സങ്കടമായി. അത് യഇസ്തു മിൻഹു, എനിക്ക് തന്നെ വല്ലാത്ത സങ്കടം, അത് മാറുമോ മാറില്ലയോ? നിരാശ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി നിന്നു. വഷ്തദ്ദൽ അംറു അലയ്യ, എന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം, എനിക്ക് കാര്യം വല്ലാതെ ഗൗരവമായി ഇങ്ങനെ വന്നു, എന്താ ചെയ്യാ? വഷ്തദ്ദൽ അംറു അലയ്യ. അങ്ങനെ നിൽക്കുമ്പോഴാണ് റഅയ്തു നബിയ ഫിൽ മനാം, പുണ്യനബിയെ സ്വപ്നത്തിൽ കാണാനിടയായി. കിനാവിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിനാമിൽ ഒന്ന് എന്തേന്ന് ചോദിച്ചു. ഫശകൗതു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയോട് എന്റെ സങ്കടം ഞാൻ അങ്ങ് അവതരിപ്പിച്ചു. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഖാലൻ നബിയ്യു ഫിൽ മനാം. ഇത് ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മആദ് രേഖപ്പെടുത്തുന്ന വിഷയമാണ്. അതായത് അബുൽ ഖാസിം ഖുശൈരി തങ്ങളുടെ സ്വപ്നം. മഹാനവറുകൾ അല്ലാഹുവിന്റെ ഹബീബ് സംസാരിക്കുകയാണ്. ഐന അൻത മിൻ ആയാതി ശിഫാ. അല്ല, ഖുർആൻ മറിച്ചു നോക്കിയിട്ടില്ലേ? അതിൽ എന്തൊക്കെ ഷിഫാഇന്റെ ആയത്തുകൾ ഉണ്ട്? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? ഐന അൻത മിൻ ആയാതി ശിഫാ. ഷിഫാഇന്റെ ആയത്തിനെ കുറിച്ച് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഞാൻ പെട്ടെന്ന് ഉറക്കത്ത് നിന്നിട്ട് ഉണർന്നു. എന്നിട്ടോ ഫതഹ്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഒന്ന് തുറന്നു നോക്കുമ്പോഴോ ഞാനത് എണ്ണുകയാണ്. എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ ശിഫാഇന്റെ ആയത്തുകൾ ഉള്ളത്? ശ്രദ്ധിച്ചോളി, മനസ്സിൽ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. ഈ ആയത്തുകൾ 6 എണ്ണമാണ് ശിഫാഇന്റെ ആയത്ത്. മഹാനവറുകൾ എണ്ണി അതിങ്ങനെ കണ്ടെത്തി. 6 സ്ഥലത്ത് ഞാൻ ശിഫയുടെ ആയത്ത് കണ്ടെത്തി. ഇത് ആർക്കും മന്ത്രിക്കാം. ഇത് മൂലമാരെ തന്നെ മന്ത്രിക്കാൻ കാത്തിരിക്കുന്ന ചിലവരുണ്ട്. അത് മൂലമാർക്ക് എന്തെങ്കിലുമൊക്കെ ഗീസയ്ക്ക് ഇട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ട് പോലെ വിളിക്കാനും മടിക്കും. അതിനൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ മന്ത്രിക്കാലോ. മന്ത്രിക്കാൻ പടച്ചോ നമുക്ക് ചുണ്ടും തൊള്ളിയും നാവും ഉമിനീരും ഒക്കെ നമുക്ക് അല്ലാതെ തന്നിട്ടില്ലേ? പിന്നെ ചില ആൾക്കാരുടെ വർത്താനം, അത് വലിയ വലിയ മഹാന്മാരുടെ വാക്ക്, അത് അറം പറ്റുന്ന വാക്കാണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. അത് വേറെ വിഷയം. ഉദാഹരണമായിട്ട് മറ്റേ മിനായിൽ ടെന്റ് കത്തിയ ഒരു കാലല്ലായിരുന്നു? വർഷം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഏതാണ് ഹജ്ജിന്റെ കാലം? മിനായിലെ ടെന്റ് കത്തിയ കാലം. അന്ന് ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ തങ്ങളോട്, ഞാനിത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം കേട്ടത്. കോയപ്പാപ്പ തങ്ങളോട് അന്ന് ആരോ ചോദിച്ച്, കോയപ്പാപ്പ തങ്ങൾ പാപ്പ നമുക്ക് ഹജ്ജിന് പോവല്ലേ? നമുക്ക് ഹജ്ജിന് പോവല്ലേ കോയപ്പാപ്പ തങ്ങളെ? വേങ്ങര കോയപ്പാപ്പ തങ്ങൾ ഭയങ്കര സംഭവമല്ലേ, വലിയ ഉലിയപ്പാപ്പല്ലേ? എടുത്തമ്പാടെ കോയപ്പാപ്പ തങ്ങൾ പറഞ്ഞതറിയോ? ഇത് മണ്ടാനാവൂല. ആർക്ക് മനസ്സിലായില്ല? ഇത്ര ഹജ്ജിന് പോയിട്ട് മണ്ടണ്, ഇച്ച് മണ്ടാനാവൂല. അതിങ്ങനെ ആവർത്തിക്കുകയാണല്ലോ. അന്നാണ് ആ തീപിടുത്തുണ്ടായത്. തീ പിടിച്ചിട്ട് ടെന്റിനോടൊന്നും മണ്ടാനെന്നെ കൊണ്ടാവൂല. സുബ്ഹാനല്ലാഹ്. ആരായത്? ഭയങ്കര കോയപ്പാപ്പ ഷെയ്ഖാൻ, വലിയ വലിയാണ്, വഫാത്തായി. ഇപ്പൊ അല്ലാഹു മഹാന്റെ കൂടെ ലോകത്തെ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അവരെ വാക്ക് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അവരെ വാക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുമായി വലിയ ബന്ധമുള്ള മഹാനായിരുന്നവല്ലോ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ തൃപ്പനച്ചി ഉസ്താദ് അവർകൾ, കീശേരി തൃപ്പനച്ചി ഉസ്താദ് എന്ന് പറയും. അല്ലെങ്കിൽ ആ നാട്ടുകാരൊക്കെ പറയല് പാലക്കാട് ഉസ്താദ് എന്നാണ്. ഈ തൃപ്പനച്ചിന്റെ അടുത്തൊരു പാലക്കാട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമമുണ്ട്. അവിടെ പാലക്കാട് ഉസ്താദ് എന്ന് പറയാം. ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹ് അന്ന് കല്ലായി സാഹിബിനോട് പറഞ്ഞു ശംസുലമിന്റെ വഫാത്തിനെ കുറിച്ച്. ഞാൻ അന്ന് ഇവിടെ മട്ടന്നൂര് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോവാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വഫാത്തായ അന്ന് കല്ലായി സാഹിബ് പറയാം, അന്ന് രാവിലെ എന്തോ ഒരു സംതിങ്
അല്ലെ? എന്നോട് നിങ്ങൾ പറഞ്ഞു എന്തോ സംതിങ്, എന്തോ ഒരു സംഭവിച്ച മാതിരിയുള്ള ഒരു ഫീലിംഗ്. എന്റെ ഭാര്യയോട് ഇങ്ങനെ ഒരു പ്രത്യേക എന്തൊക്കെയോ ഒരു വേവലാതിയുള്ള മാതിരി. അപ്പൊ സംശയം തോന്നിയിട്ട് ആർക്കോ ഫോൺ ചെയ്ത സംഭവത്തെക്കുറിച്ച് കലാശായി പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഷെയ്ഖുനാ ശംസുൽ ഉലമ വഫാത്തായിരിക്കുകയാണ്. അന്ന് രാവിലെ തന്നെ എന്തോ ഒരു തോന്നൽ സ്വാഭാവികമായിട്ട് മനസ്സിൽ തോന്നിയ വിഷയം പറഞ്ഞു. പിന്നെ നിങ്ങളുടെ മട്ടന്നൂർ സ്റ്റാൻഡിൽ നിന്ന് ഷെയ്ഖുനാനെ തന്നെ സ്വപ്നത്തിൽ ഷെയ്ഖുനാന്റെ വീട്ടിലേക്ക് നേരിട്ട് വിളിച്ചു. സുബൈന്റെ മുമ്പാണ്. ഷെയ്ഖുന ആ സമയത്ത് വഫാത്തായിക്കൊണ്ടിരിക്കുക അല്ലെ? സുബൈന്റെ മുമ്പ് വഫാത്തായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മട്ടന്നൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയ സംഭവം സാബിനോട് പറയാം. അന്ന് ആ ബസ്സിൽ കയറിയ പാടെ കണ്ടക്ടർ പറയാണല്ലോ, ബസ് കംപ്ലൈന്റ് ആണ്, ഇനി കോഴിക്കോട് നിർത്തുള്ളൂ, തലശ്ശേരി നിർത്തുള്ളൂ. എന്താ സുഖം, അവിടെ ഏടിയും സ്റ്റോപ്പ് ഉണ്ടാവില്ല. തലശ്ശേരിയിൽ നിന്ന് പിന്നെ കോഴിക്കോട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹബ്ബത്ത് ഉണ്ടായപ്പോ അല്ലാഹു അങ്ങോട്ട് എത്തിക്കാൻ സ്പീഡാക്കാൻ. അന്ന് വലിയ വലിയ നേതാക്കന്മാർ പോലും അങ്ങോട്ട് എത്തിയിട്ടില്ല. ജനങ്ങൾ പറയാണ് പ്രധാനമന്ത്രിയാണ് മരിച്ചത്. ഷെയ്ഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മഹാനാണ്. ആ മഹാന്റെ അടുക്കൽ ഒരിക്കൽ പിന്നെ ഷെയ്ഖുനാ ശംസുൽ ഉലമയുടെ ഒരടുത്ത ശിഷ്യൻ വന്ന് വണ്ടി മാറ്റി കൊടുക്കണം. ഒരറിയിപ്പ്, KL 58D 679 നമ്പറിലുള്ള വാഗൻ ആർ കാർ അവിടെ പരിസരത്ത് ബ്ലോക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ആ കാർ എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണം ഡ്രൈവർ. KL 58D 679 നമ്പറിലുള്ള വാഗൻ ആർ കാറാണ്. അപ്പം ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉസ്താദിന്റെ അടുക്കലേക്ക് വരികയാണ്. സാധാരണഗതിയിൽ കാണാൻ വേണ്ടി വന്നതാണ്. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു മുറബ്ബിയായ ഷെയ്ഖിനെ കാണിച്ചു തരണം, ഷെയ്ഖിനെ കാണിച്ചു തരണം. ഷെയ്ഖുനാ ശംസുൽ ഉലമ പറഞ്ഞതോ, എനിക്ക് 5 ദിവസത്തെ സമയം തരണം. ശംസുൽ ഉലമയാണ് പറഞ്ഞത്, എനിക്ക് 5 ദിവസത്തെ സമയം തരണം. ആ ആളെന്ത് ചെയ്തു, 5 ദിവസം കഴിഞ്ഞ് കൃത്യമായിട്ട് വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദേ, കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. നീ മുറബ്ബിയായ ഷെയ്ഖിനെ ചോദിച്ചിരുന്നു അല്ലേ? 5 ദിവസം ഞാൻ സമയം ചോദിച്ചതാണല്ലേ? ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കൊണ്ടോട്ടിക്കടുത്ത് കീശേരിയിൽ മേമൂലിയാരുണ്ടല്ലോ, തൃപ്പനിച്ച് മേമൂലിയാർ, അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞോട്ട് വിട്ടു. നേരെ പോയി. ഇയാൾ വലിയ സന്തോഷത്തിൽ ശംസുൽ ഉലമ വിട്ടതാണല്ലോ. നേരെ കീശേരി ഉസ്താദിന്റെ അടുക്കൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദിന്റെ അടുക്കൽ എത്തിപ്പെടാൻ തന്നെ പണിയാണ്. എന്തേ വന്നു അങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഒന്നുമില്ല, ശംസുൽ ഉലമ വിട്ടാണെന്ന് പറഞ്ഞു. എടാ, കോള് ഇവിടെയല്ലേ കിടക്കണത്, അവിടെയാണ്. കോള് ഇവിടെയല്ലേ കിടക്കണേക്കോ, എന്താ ഇങ്ങോട്ട് വന്നാണ്? എല്ലാം അവിടെയല്ലേ കിടക്കണേ, അതല്ലേ വലിയ ആള്, അങ്ങോട്ട് വയ്ക്കോ. ഇങ്ങോട്ടെന്നെ മടക്കി പോകും. ഇവർ അതേമാതിരി ഇങ്ങോട്ടെന്നെ മടങ്ങി വെള്ളിമാട് ഉസ്താദിന്റെ വീട്ടിൽ അസ്സലാമു അലൈക്കും അല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടെന്നെ മടക്കി വിട്ടുന്നേരം. എന്നാ ഞാൻ വിട്ടതാണെന്ന് പറയൂ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അടുത്ത കമാൻഡ്, ഞാൻ വിട്ടതാണെന്ന് പറയൂ. അങ്ങനെ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എങ്ങനെ സംഭവം, അവിടുന്ന് ഉസ്താദ് വിട്ടാണ്. അവിടുത്തെ സമ്മതമുണ്ടല്ലേ? ഉണ്ട്. എന്നാൽ ഇന്നെ ദിക്റൊക്കെ ചൊല്ലിക്കോളെ. അവിടെ വീർദൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. ഇതിനുള്ളിൽ പല രഹസ്യങ്ങളുണ്ട്, നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ അവര് ചെല്ലാൻ തരുന്നതും നമ്മൾ നാടൻ നാവ് കൊണ്ട് ചെല്ലുന്നതും വ്യത്യാസമുണ്ട് എന്നതൊരു പരമാർത്ഥമാണ്. അതൊരു പരമാർത്ഥമാണ്. നമ്മളൊരു സ്വലാത്ത് നേരിട്ട് ചൊല്ലുന്നതും ഇജാസത്തോട് കൂടിയിട്ടുള്ള സ്വലാത്ത് ചൊല്ലുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അത് അല്ലാഹുവിലേക്കുള്ള തഖർറുബിൽ വ്യത്യാസമുണ്ട് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഖുശൈരി തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിൽ കുറച്ച് ആയത്തുകൾ നോക്കാൻ വേണ്ടി പറഞ്ഞു. ആ ആയത്തൊക്കെ നോക്കി. ഏതൊക്കെയാണ് ആയത്തുകൾ? ഒന്ന്, ബഹുമാനപ്പെട്ട തൗബ സൂറത്തിലെ 14-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഖാതിലൂഹും യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും വയുഹ്സിഹിം വയൻസുർകും അലൈഹിം വയശ്തുദൂറ ഖൗമിൻ മുഅ്മിനീൻ. ഇനി പറയാൻ വേണ്ടി പോകുന്ന 6 ആയത്തുകളും ആർക്കും വെള്ളത്തിൽ ഊതിയോ അല്ലാതെയോ മന്ത്രിക്കാവുന്ന, ഏത് ദീനത്തിനും ഏത് പ്രയാസത്തിനും മന്ത്രിക്കാവുന്ന ആയത്തുകളാണ് 6 ആയത്തുകൾ. ഒന്ന്, ഈ ആയത്തിലെ
വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ. അത്തൗബ 14-ാം വചനം. രണ്ടാമത്തേത് യാ അയ്യുഹൻ നാസു ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. യൂനുസ് സൂറത്തിൽ 57-ാം ആയത്ത്. അതിലെ മുഴുവൻ വേണ്ട. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. സൂറത്ത് യൂനുസ് 57. പിന്നെ പറയുന്നത് നഹ്ൽ സൂറത്തിന്റെ 69-ാം ആയത്താണ്. ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. നഹ്ൽ സൂറത്തിലെ ഇതിലെ ഫീഹി ശിഫാഉൻ ലിന്നാസ്. സൂറത്തുൻ നഹ്ൽ 69-ാമത്തെ ആയത്താണ്. ഇനി 3 ആയത്ത് കൂടി. സൂറത്തുൽ ഇസ്രാ 82. വദീലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. ഏത് രോഗത്തിനും മന്ത്രിക്കാം. സൂറത്ത് ശുഅറാഇന്റെ 80-ാമത്തെ ആയത്ത്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഒരായത്ത് കൂടി. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي قل هو للذين آمنوا هدى وشفاء. സൂറത്ത് ഫുസ്സിലത്തിന്റെ 44-ാം ആയത്ത്. ഒന്നുകൂടി പറയാം. ഫുസ്സിലത്ത് 44, ശുഅറാ 80, ഇസ്രാ 82, നഹ്ൽ 69, യൂനുസ് 57, തൗബ 14. ഈ 6 ആയത്തുകൾ ഏത് രോഗത്തിനും നമുക്ക് മന്ത്രിക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് ഖുർആനിലേക്ക് മടങ്ങാൻ ഉള്ള തൗഫീഖ് നൽകട്ടെ. ഈ ഖുർആനിലേക്ക് മടങ്ങാൻ